ഹലോ അപ്പോൾ എല്ലാവർക്കും എസ്6ൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഹാർദമായി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള ഒരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് വെച്ചാൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ നിർവാണം ചിക്കൻ, ചിക്കൻ നിർവാണം എന്നുള്ളൊരു വെറൈറ്റി സാധനമായിട്ട് വന്നിട്ടുള്ളത്. ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സാധനമാണ്. അപ്പോൾ അതിന് മുന്നൊന്ന് ഉണ്ടാക്കി വെക്കാൻ വിചാരിച്ചിട്ടാണ് വന്നിട്ടുള്ളത് വെച്ചാൽ. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളാദ്യം ഫസ്റ്റ് ചിക്കൻ, പിന്നെ നമ്മുടെ ഗരം മസാല പൊടി, ചെറുനാരങ്ങ നീര്, ഉപ്പ്, നമ്മുടെ സാധാരണ മുളക് പൊടി, കാശ്മീരി ചില്ലി, കുരുമുളക് പൊടി, നമ്മുടെ മഞ്ഞൾപ്പൊടി, പിന്നെ ഇഞ്ചിയും പച്ചമുളകൊക്കെ നീളത്തിലരിഞ്ഞത്, പിന്നെ നമ്മുടെ വേപ്പിൻ്റെ ഇല മസ്റ്റ്, പിന്നെ നമ്മുടെ തേങ്ങാപ്പാലും മസ്റ്റ്. അപ്പോൾ ഇത്രയും സാധനം വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു ചിക്കൻ നിർവ്വാണം ചെയ്യാൻ പോകുന്നത് പച്ചമാരെ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്, പിന്നെ അടുത്തുള്ള ബെല്ലൊക്കെ കൂടി അമർത്തണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോവാം. അപ്പോൾ നമുക്ക് നേരെ മിക്സിങ് തുടങ്ങാം. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ കഴുകി എടുത്തുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അല്പം നമ്മുടെ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ കുരുമുളക് പൊടി, പിന്നെ നമ്മുടെ കുറച്ച് കാശ്മീരി ചില്ലി ഫോർ കളർ, പിന്നെ നമ്മുടെ കുറച്ച് സാധാരണ മുളകും പൊടി. ഇത് കുറച്ച് എരിവുള്ള സാധനമാണ്, അപ്പോൾ നമ്മൾ കുറച്ചിട്ടിട്ടുള്ളൂ. പിന്നെ നമ്മുടെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമ്മളൊരു ചെറുനാരങ്ങയുടെ ഹാഫിൻ്റെ നീര്, ഓക്കെ. പിന്നെ സാധനം വരാനുള്ളതിൽ നമ്മുടെ ഗരം മസാല പൊടി, ഇത് നമ്മളൊരു 1/4 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പാർട്ട് പറഞ്ഞാൽ അച്ച മിക്സിങ്. ഇത് ഞാൻ കഴിച്ചൊക്കിട്ടൊന്നുമില്ല ഇതുവരെ സാധനം. ചിക്കൻ നിർവാണ എന്തായാലും പേര് കേട്ടപ്പോൾ സാറ് സാധനമാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ആക്കി എടുത്ത് മസാല ഒക്കെ പിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു കുറച്ച് നേരം സാധനം നമ്മൾ റെസ്റ്റിന് വയ്ക്കുക. ഇനി എന്തെങ്കിലും ഉപ്പ് പുളിയോ കുറവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലത് നോക്കിയിട്ട് കറക്റ്റായിട്ട് സെറ്റ് ആക്കിയിട്ട് ഇടുക. എന്നിട്ടൊരു 1 hour നമുക്ക് റെസ്റ്റിന് വയ്ക്കുക. അതുപോലെ നമ്മുടെ ഈ ചിക്കനും ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇത് നല്ല ഇതിനെ മസാല പിടിച്ച് വന്നിട്ടുണ്ട് നമ്മുടെ. ഇനി അടുത്ത പഠിച്ചത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തിട്ടാണ് ബാക്കിയുള്ള പരിപാടികൾ. നമുക്ക് നേരെ അടുപ്പ് കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇനി എണ്ണ ചൂടായിട്ട് ഇതിൽ ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക്. നമ്മുടെ ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണ വയ്ക്കാം. നമ്മൾ എണ്ണ വെച്ചിട്ടുണ്ട്. കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. ചൂടാവാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട്, അല്ല എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വറക്കാൻ വെച്ചിട്ടുള്ള ഈ മിക്സ് നമ്മുടെ ചിക്കൻ ഇതിലേക്ക് എടുത്തിടുക. എന്നിട്ട് നമ്മളൊക്കെ കൂടി ഒരുമിച്ച് തന്നെ ഇടുന്നത്. അത്രയ്ക്ക് തോന്നുന്നില്ല. 2 ട്രിപ്പിനെ തുണ്ടാച്ചിട്ടാ, ഒരു ട്രിപ്പിന് തന്നെ പോകാവുന്നുള്ളൂ. ഓക്കെ. ഇനി ഞാൻ പറഞ്ഞ പോലെ 1 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പക്ഷെ പറഞ്ഞാൽ ഒന്ന് നൈസായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. പറഞ്ഞ 1 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ആ മേലെ പൊന്തി കിടക്കുന്നുണ്ടായിരുന്ന ആ ചിക്കനൊക്കെ അടിയിലേക്ക് ആക്കുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കിടക്കട്ടെ. ഇങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് നേരം ഇങ്ങോട്ട് പിന്നെയും മറിച്ചിട്ട് കൊടുക്കുക. ഓവറായിട്ട് കത്തിക്കാൻ നിൽക്കരുത്. കത്തി കഴിഞ്ഞ സാധനം കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഒരു മീഡിയം തീയിലാണ് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യണത്. പൊരിക്കുകയാണെങ്കിലും ഫ്രൈ ആണെങ്കിലും ഒക്കെ അങ്ങനെ ചെയ്യാം. നമ്മുടെ സാധനം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കത് വറുത്ത് കോരി മാറ്റാം. കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ചെറിയൊരു പഴം വെച്ചാൽ ഇതിന് മാറ്റി വയ്ക്കാം. ഇനി നമ്മളിവിടെ കൂട്ടാൻ വയ്ക്കണ ചട്ടി എടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ ആദ്യം ഇതിൽ നിന്ന് തന്നെ കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക. വെളിച്ചെണ്ണ അല്ല, ഓയിൽ എടുക്കുക. ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് നല്ല
വാഴ വാട്ടിയുണ്ട്. ഇത് ഇങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുക്കുക. ഇത് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടല്ല ചെയ്യണത്, ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലും കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഓക്കെ, ഇനി നമ്മുടെ ഈ ഇൻഗ്രീഡിയൻസ് കുറച്ച് ചേർക്കാണ്ട്. വേപ്പിൻ്റെ ഇല ഒന്ന്, വേപ്പിൻ്റെ ഇല ആണ് ഇതിൽ മസ്റ്റാണ്. 2, ഒരു 4-5 അല്ലി ഇട്ടിട്ടുണ്ട് നമ്മൾ. ഒരു 4-5 അല്ലി ഇട്ടിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ഇടാം. ചിക്കൻ നേരെ ഇതിൻ്റെ മേലേക്കാണ് ഇടുക. പക്ഷെ നമ്മൾ ചിക്കൻ നമ്മൾ ഇട്ടിട്ടുണ്ട്. ചിക്കൻ ഒരു 3/4 ഭാഗത്തിന് മേലെ വേവ് വന്നിട്ടുള്ളൂ. ഫുള്ള് വെന്തിട്ടില്ല, ഫുള്ള് വേവിച്ചിട്ടില്ല. ഇനി ചട്ടിയിൽ ചിക്കൻ ഇരിക്കുന്നത് കാണാണ്ട. ഇനി ഇതിൻ്റെ മുകളിലേക്ക് എന്താ വെച്ചാൽ നമ്മൾ തേങ്ങാപ്പാലാണ്, ഒരു തേങ്ങയുടെ പാല് നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇതിന് മേലേക്ക് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ആഹാ, എന്താ ഒഴിക്കുമ്പോൾ. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നമ്മുടെ പച്ചമുളക്, നീളത്തിലരിഞ്ഞ പച്ചമുളക് പരത്തിയിട്ട് കൊടുത്തു. ഇഞ്ചി നീളത്തിലരിഞ്ഞത് പരത്തിയിട്ട് കൊടുത്തു. ഈ ബാക്കിയുള്ള വേപ്പിൻ്റെ നമുക്ക് ഇപ്പോഴല്ല, ലാസ്റ്റ് ആവശ്യമുണ്ട്. ഇനി നമുക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് ഗരം മസാല, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയിൽ മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി സ്വല്പം കൂടി വെളിച്ചെണ്ണ അല്ല, നമ്മുടെ ഓയിൽ. ഇനി ഇത് നമുക്ക് അടുപ്പിൻ്റെ മേലേക്ക് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചട്ടി ഒന്ന് മാറ്റാൻ പോവാണ്. ചട്ടി ഇതാ മാറ്റി പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മൺചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഒന്നും കൂടി ഉഷാറായിട്ട് കിട്ടും. നമ്മുടെ ഈ വാഴയുടെ ഫ്ലേവറും ഈ ചട്ടിയിലായതിൻ്റെ ഒരു ക്ലച്ചിങ് ഒക്കെ വരുമല്ലോ. അപ്പോൾ ഇനി ഒന്ന് അരി കണ്ടിട്ട് സെറ്റ് ആവട്ടെ. ഇനി നമ്മളിതിൽ ഇല പൊട്ടിപ്പോവാതെ ഒന്നണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ തേങ്ങാപ്പാലിൻ്റെ ചിക്കനെ കൊണ്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്നണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇല ഒരു സൈഡ് പിടിച്ചു കൊടുത്തിട്ടുണ്ട്, ഇനി മറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചിക്കനും ആ തേങ്ങാപ്പാലൊക്കെ കൂടി നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ട് വെച്ചമാരെ. ഇങ്ങനെ കണ്ട് ഒന്നുകൂടി വേവട്ടെ. അതുപോലെ പറയാൻ ഒരു വിധമായിട്ടുണ്ട് സാധനം. ഇനി നമ്മുടെ മസ്റ്റ് ആയിട്ടുള്ള സാധനമാണ് ഇവിടെ വേപ്പിൻ്റെ ഇല. ഒന്നണ്ട് വിതറാം. ഒന്നണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ചെറുതായിട്ട്. ഓക്കെ, സെറ്റായിട്ട് വെച്ചമാരെ. ഇതിൻ്റെ ഇല പൊട്ടിപ്പോവാതിരിക്കാൻ ഒരുവിധം ശ്രദ്ധിക്കണം. നമ്മളെന്തായാലും പൊട്ടിപ്പോയിട്ടൊന്നുമില്ല, മടങ്ങി വീഴുന്നുണ്ടെന്നല്ലാതെ പൊട്ടിപ്പോയിട്ടില്ല. നമ്മുടെ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് സെർവ് ചെയ്യണം നമുക്ക്. പക്ഷേ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എത്രത്തോളം ഇതിൻ്റെ യൂസ് ചെയ്യേണ്ടുന്ന സാധനം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സെർവിങ് പ്ലേറ്റിലേക്ക് ഈ സാധനം മാറ്റാം. കട്ടി പിടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആദ്യം ഇല കൊടുക്കുക. നമുക്കൊന്ന് എടുത്ത് നോക്കി നോക്കാം, പോരേണ്ട കാര്യം നോക്കി നോക്കാം. ഒരു ഫ്രൈ ആണ്, നോക്കി നോക്കാം. ഇല്ല, പോരില്ല, പൊട്ടും തോന്നുന്നു. അപ്പം നമുക്ക് ഇതേട്ട തന്നെ കോരിടാം. സാധനം സെറ്റായിരുന്നു കേട്ടോ. ആ വേപ്പിൻ്റെ ഇലയുടെ ഫ്ലേവറും നമ്മുടെ പച്ചമുളകിൻ്റെ ഫ്ലേവറും, എന്താ സാധനം. അപ്പോൾ ചേട്ടൻ മൊത്തത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ നിർവാണം. എത്രത്തോളം ജ്യൂസ് ആയിട്ടുണ്ട് കാര്യങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും.
ഉണ്ടോ ഇതിൻ്റെ അടിയിൽ വാഴയുടെ ഫ്ലേവറും നമ്മുടെ വേപ്പിൻ്റെ ഫ്ലേവറും മുളകും ഇഞ്ചിയുടെ ഫ്ലേവറൊക്കെ ഇട്ട് ഉഷാറായിട്ട് സാധനം കാണുമ്പോൾ തന്നെ ലുക്കില്ലേ. ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം നമുക്ക്. പക്ഷേ നമ്മളിത് തൂവെള്ള ചോറിൻ്റെ ഒപ്പമാണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇങ്ങനെ കുറച്ച് കോരിപ്പ് സൈഡിൽ നിന്ന് എന്താ തേങ്ങയുടെ പാലിൻ്റെ ഇതൊക്കെ ഉണ്ടോ സൈഡിലേക്ക് ഇടാം. ഓക്കെ, നിങ്ങൾക്ക് ഇനി ഗ്രേവി ആവശ്യമുണ്ട് വെച്ചെങ്കിൽ കുറച്ചും കൂടി തേങ്ങാപ്പാൽ വയ്ക്കണം എന്നുണ്ടെങ്കിലും സെറ്റായിട്ട് കിട്ടും. എന്താ സാധനം. നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഒരു പീസ് ചിക്കൻ നമ്മൾ എടുത്തിട്ടുണ്ട്. നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കനാണ്. ഇനിയിപ്പോൾ കുറച്ച് മുളകൊക്കെ ഞാൻ തലത്തരി ഇന്ന് തിന്നു, കാരണം ഇതിലൊക്കെ കൂടുതൽ താല്പര്യമുള്ള കാര്യം. അപ്പം ചിക്കനും ഈ കുറച്ച് ചോറും കൂട്ടി പടച്ചു നോക്കുക. ചീറി ഉഷാറായാണ് പെട്ട ചിക്കൻ നിർവ്വഹണം, അതായത് സാധനത്തിൻ്റെ പേരിട്ടാ. അപ്പോൾ എല്ലാവരും ടേസ്റ്റ് ചെയ്ത് ഉണ്ടാക്കി നോക്ക് വീട്ടിൽ. അപ്പോൾ എന്തെങ്കിലും തെറ്റായിട്ടുള്ള അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കിട്ടാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ സ്വാതി സൈനിങ് ഓഫ്.